ഒമാനിൽ 2 തവണ ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാൻ എന്നുള്ളതാണ്. വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ യുദ്ധത്തിൽ നിന്നും ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ, അമേരിക്കയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 6 ഗൾഫ് രാജ്യങ്ങളിലാണ് തുടരെ ആക്രമണങ്ങൾ നടത്തിയത്. ഇപ്പോൾ ഒമാനിൽ 2ാമത്തെ ആക്രമണം നടന്നു എന്നുള്ള വിവരം കൂടി വരികയാണ്. ഒമാനെ ഇറാൻ ആക്രമിക്കൂ എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒമാൻ എല്ലാ കാലങ്ങളിലും ഇറാന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഈ ചർച്ചകളിൽ, അമേരിക്കയുമായുള്ള ചർച്ചകളിൽ മാധ്യസ്ഥം വഹിച്ചതും ഒമാനായിരുന്നു. ഇന്നലെ നടന്ന ആക്രമണത്തിന്റെ ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനോട് ഇതിൽ നിന്നും മാറി നിൽക്കണം, ഇതിൽ ഇടപെടരുത്, ഇത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വിഷയമാണ് എന്നുകൂടി ഒമാൻ പ്രതികരിച്ചതാണ്. ഇപ്പോൾ ഒമാന് നേർക്കും ആക്രമണം നടത്തിക്കൊണ്ട് സമ്മർദ്ദം കൂടുതൽ ഉയർത്തുകയാണ് ഇറാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ എണ്ണക്കപ്പലിന് നേരെയുള്ള ആക്രമണത്തിൽ 20 പേരെ ഒഴിപ്പിച്ചു, 4 പേർക്ക് പരിക്കുണ്ട് എന്നുള്ള വിവരം കൂടി വരികയാണ്. ഓയിൽ ടാങ്കർ നേർക്കാണ് ഈ ആക്രമണം നടന്നത്. ദുഃഖം തുറമുഖത്ത് ഒരു തൊഴിലാളിക്ക് പരിക്ക് എന്നുള്ളതാണ്. 2 ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒമാനിൽ 2 ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഇതിനിടയ്ക്ക് ഇസ്രയേൽ ഇന്ന് രാത്രി അടിയന്തര മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തുറമുഖത്ത് ഉണ്ടായിരുന്ന കപ്പലിൽ ഉണ്ടായിരുന്ന 15 പേർ ഇന്ത്യക്കാരാണെന്ന റിപ്പോർട്ട് കൂടി വരികയാണ്. സായികുമാറുണ്ട്. സായി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ദുഃഖം തുറമുഖത്ത് ഒരു തൊഴിലാളിക്ക് പരിക്ക് എന്നുള്ള വിവരം വരുമ്പോൾ അവിടെ കപ്പലുണ്ടായിരുന്ന 15 ഇന്ത്യക്കാരെന്ന റിപ്പോർട്ടും വരുന്നു. തീർച്ചയായും സ്മൃതി, അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ്. അതിൽ 4 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റത്. പരിക്കേറ്റ ആളുകളുടെ നില അത്ര ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു തൊഴിലാളിക്ക് അതിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 15 ഇന്ത്യക്കാരാണ്. കസബ് തുറമുഖത്തിനടുത്താണ് ആ ഒരു ആക്രമണം. പ്രേക്ഷകർക്ക് കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നാനിടയുണ്ട്. 2ഇടത്ത് ആക്രമണം നടന്നിരിക്കുന്നു അല്ലേ? ദുഃഖം തുറമുഖത്തും ഒപ്പം കസബ് തുറമുഖത്തിനടുത്തും. അതെ, കസബ് തുറമുഖത്തിനടുത്താണ് ഏറ്റവും ഒടുവിലത്തെ ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. അവിടെയാണ് 4 പേർക്ക് പരിക്കേറ്റത്. അതിൽ 20 പേർ ഉണ്ടായിരുന്നു. 20 പേരിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. അവിടെ 15 ഇന്ത്യക്കാർ എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കസബ് തുറമുഖത്തിനടുത്താണ് ഈ ഒരു ആക്രമണം നടന്നത്. ഇതിൽ ഏറ്റവും ആശങ്കപ്പെട്ട് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഒമാനെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വരെ ഇതിലൊരു സമാധാന ശ്രമത്തിന് മധ്യസ്ഥത വഹിച്ചത്, അവസാന നിമിഷം വരെയും ഇറാനൊപ്പം നിൽക്കുകയും അമേരിക്കയുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തത് ഒമാനാണ്. ആ ഒമാനെ ഇന്നലെ വരെ ഇറാൻ ടാർഗറ്റ് ചെയ്തിരുന്നില്ല. മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആക്രമണം നടത്തുമ്പോൾ ഒമാനെ മാത്രം വെറുതെ വിടുകയായിരുന്നു. അപ്പോഴും ഒമാൻ ഇറാനിൽ ഇതിൽ നിന്ന് പിന്തിരിയണം എന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒമാന്റെ കൂടി, അത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം, എണ്ണക്കപ്പലുകളാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ്. അത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്താണ്. ഇപ്പോൾ മറ്റ് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു സ്മൃതി. ഇറാൻ സ്റ്റേറ്റ് ടിവിക്ക് വരെ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്ന ഒരു നടത്തുന്ന കെട്ടിടത്തിന് സമീപം സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. കഴിഞ്ഞ തവണ നമ്മൾ ഇസ്രയേൽ ആക്രമണം ഉണ്ടായപ്പോൾ കണ്ടതാണ്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഇറാൻ സ്റ്റേറ്റ് ടിവിക്ക് നേരെ അവർ സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അവർ ഇക്കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ആയത്തുള്ള അലി ഖമൈനിയുടെ മരണവാർത്തയടക്കം ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കെ ആ കെട്ടിടത്തിന് തൊട്ടടുത്ത് സ്ഫോടനം ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇറാനെ നിഷ്പ്രഭമാക്കാനുള്ള അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടങ്ങളിലെല്ലാം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെഹ്റാനിലെ ജനവാസ കേന്ദ്രങ്ങളിലടക്കം വലിയ സ്ഫോടനങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു. അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് കോംപ്ലക്സിൽ തന്നെയാണ് ഇപ്പോൾ സ്ഫോടന ശബ്ദം കേൾക്കുന്നത് എന്ന ഒരു വിവരമാണ്. അവരുടെ ഔദ്യോഗിക ടെലിവിഷൻ സ്ഥാപനമായ ഇറാൻ TV യുദ്ധവിവരങ്ങൾ ലോകത്തോട് പങ്കുവെക്കുന്ന ഘട്ടത്തിലാണ് ഇറാൻ സ്റ്റേറ്റ് ടിവിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അന്ന് കഴിഞ്ഞ വർഷമുണ്ടായ അതേ രീതിയിൽ തന്നെ യുദ്ധവിവരങ്ങൾ ലോകത്തോട് പങ്കുവെക്കുമ്പോൾ ഇറാൻ സ്റ്റേറ്റ് ടിവിക്ക് നേരെ ആക്രമണം. തീർച്ചയായും ഈ വിവരങ്ങൾ ലോകം അറിയുന്നത്, ഇറാനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇറാന്റെ വേർഷൻ അറിയുന്നത് ഇറാൻ സ്റ്റേറ്റ് ടിവിയിലൂടെയാണ്. അതിലൂടെയാണ് പല വാർത്തകളും സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ആ മാധ്യമത്തിന് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പലതവണ മുൻപും ഈ അവരുടെ ഔദ്യോഗിക മാധ്യമങ്ങൾക്ക് നേരെ ഇത്തരം സമയങ്ങളിൽ ആക്രമണം ഇസ്രയേൽ നടത്തിയിട്ടുണ്ട്. ടെഹ്റാനിലെ ജനവാസ മേഖലയിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ എന്ന വാർത്ത കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നു. ടെഹ്റാൻ പിടിക്കുക എന്ന രൂപത്തിൽ ഇസ്രയേൽ നീങ്ങുകയാണ്. ഇസ്രയേലിന്റെ അടിയന്തര മന്ത്രിസഭാ യോഗം ഇന്ന് രാത്രി ചേരാനും ഇരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുമ്പോഴാണ് ടെഹ്റാൻ കേന്ദ്രീകരിച്ച് തുടരെ ആക്രമണങ്ങൾ നടക്കുന്നത്.
ടൈം സ്മൃതി, അതായത് ഇപ്പോൾ ഇറാനിലെ ജനതയോട് അവിടെ വിമതരായി നിൽക്കുന്ന അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമൈനി ഭരണകൂടത്തോട് എതിർപ്പുള്ള ആളുകളോട് പുറത്തിറങ്ങി ഭരണം നിങ്ങൾ പിടിക്കൂ എന്ന ഒരു ആഹ്വാനം കൂടി നെതന്യാഹു നടത്തുന്നു. അദ്ദേഹത്തിന്റെ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നു എന്ന ഒരു വിവരമാണ്. അവിടെയുള്ള ഇതിൽ പ്രതിഷേധമുള്ള ആളുകളോട്, നിലവിലെ ഭരണകൂടത്തോട് പ്രതിഷേധമുള്ള ആളുകളോട് തെരുവിലേക്ക് ഇറങ്ങി ഈ ഭരണകൂടത്തെ അട്ടിമറിക്കൂ, നിങ്ങൾ അധികാരം കൈയടക്കൂ എന്ന ഒരു ആഹ്വാനം കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുകയാണ്. ഇന്നിപ്പോൾ ഇസ്രായേൽ അവരുടെ അടിയന്തര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതി യോഗം ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്ന നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈനിക ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ അടങ്ങുന്ന സമിതിയുടെ ഒരു നിർണായക യോഗം ഇന്ന് രാത്രി ചേരാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ തുടർ നീക്കങ്ങൾ ഇതേ രീതിയിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ തുടരണോ എന്നതടക്കമുള്ള കാര്യങ്ങളടക്കം തീരുമാനിക്കാനുള്ള യോഗമാണ് നടക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് യുദ്ധവിവരങ്ങൾ ലോകത്തോട് പങ്കുവെക്കവേ എന്താണ് ഇറാനിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്, അല്പം മുമ്പ് വരെ തങ്ങളുടെ ഹൃദയം ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിൽ പോലും തെഹ്റാനിൽ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് ഇറാനിൽ നിന്നുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരുന്ന ഇറാൻ സ്റ്റേറ്റ് ടിവിക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജനവാസ മേഖലയിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നപ്പോൾ പൂർണ്ണമായും തെഹ്റാൻ കൈയടക്കിക്കൊണ്ട് ഇറാനെ നിഷ്പ്രഭമാക്കാൻ, അവരെ നിർവീര്യമാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത് ഇസ്രായേൽ മാത്രമാണ് ഒരു ജോയിന്റ് ഓപ്പറേഷൻ, ഗർജിക്കുന്ന സിംഹം എന്ന് അവർ പേരിട്ട് വിളിച്ച ഓപ്പറേഷൻ ഇപ്പോഴും അത് ശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ അവരുടെ പൂർണ്ണമായ ലക്ഷ്യം തെഹ്റാൻ പൂർണ്ണമായും ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ ആക്രമണം കടുപ്പിക്കുമ്പോൾ തന്നെ ഇസ്രായേലിൽ ഒരു പ്രത്യാക്രമണം അവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തെല്ലവീവ് അടക്കമുള്ള ഇടങ്ങളിൽ അപായ സൈറൺ മുഴക്കിക്കൊണ്ട് ആളുകളെ പൂർണ്ണമായും മാറ്റുന്ന നടപടികൾ അടിയന്തരമായ മന്ത്രിസഭാ യോഗത്തിനും ആലോചനകൾ നടക്കുന്നു ഇസ്രായേലിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ ഇറാന്റെ വലിയ ആക്രമണമാണ്, ഇറാന്റെ ഹൃദയഭാഗം തന്നെ ആക്രമിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ടെഹ്റാനിൽ നിന്നും തുടരെ ആക്രമണത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്.